ഇപ്പൊ സാർ പറഞ്ഞു വെച്ച ഒരു പോയിന്റ്, അതായത് ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന ഒരു ഫാക്ടർ. ആ ക്രെഡിബിലിറ്റി പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് വാങ്ങിക്കുന്ന നമ്മളുടെ കസ്റ്റമേഴ്സ്, നമ്മുടെ പ്രൊഡക്റ്റ് ആയിട്ട് ഉള്ള വില്ലാസോ അല്ലെങ്കിൽ ഫ്ലാറ്റ്സോ വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സിന് നമുക്കൊരു വാല്യൂ ഫോർ മണി ഓഫർ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന ഒരു കാര്യം. അതെപ്പോഴും ആൾക്കാരെ സംബന്ധിച്ചൊരു ചോദ്യമാണ്. അതിനെക്കുറിച്ചൊന്ന് പറയാം. അതായത് മുടക്കുന്ന ആൾക്ക് അതിന്റെ മൂല്യം ലഭിക്കുക എന്നുള്ളതാണ് പ്രധാന വിഷയം. ഒരു മാർക്കറ്റിങ്ങിൽ നമുക്ക് എത്ര കണ്ട് വേണമെങ്കിലും സോഷ്യൽ മീഡിയ വഴി ജനങ്ങൾക്ക് എത്തിക്കാം. പക്ഷേ ആ എത്തുന്ന സംഭവങ്ങൾ യാഥാർത്ഥ്യമാണോ എന്നുള്ളതാണ് പ്രധാന വിഷയം. ഇത് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത് വിഷ്വലൈസ് ചെയ്ത ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പ്രാവർത്തികമാക്കിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മളുടെ പ്രവർത്തനത്തിലൂടെ, അതല്ലെങ്കിൽ നമ്മളുടെ സാമ്പിൾ അപ്പാർട്ട്മെന്റുകളിൽ കൂടെ മാത്രമേ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അത് വിഷ്വലൈസ് ചെയ്ത് കണ്ടു വാങ്ങുക അല്ലെങ്കിൽ കേട്ടറിയുക എന്നുള്ളത് തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ കണ്ട് ബോധിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാന വിഷയം. അപ്പോൾ ആ കണ്ട് ഒരിക്കലോ രണ്ടോ മൂന്നോ തവണ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ ആ ബിൽഡർ ക്രെഡിബിൾ ആവുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം.